നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിന്യൂ ചെയ്യാണ്. ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി അതേപോലെ തന്നെ ആ ഇക്വേഷൻ 2നെ നമ്മൾ g2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് a മുതൽ b വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് രണ്ട് സൈഡും. അപ്പോൾ നേരത്തെ പറയും ഇതിന് നമ്മൾ b2 എന്ന് കൊടുക്കും, β2 എന്ന് കൊടുക്കും. ഇതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന g2 ഉണ്ടായതുകൊണ്ട് 2 എന്നുള്ള സഫിക്സ് ആദ്യം കൊടുക്കും, പിന്നെ 1 f1 ആയതുകൊണ്ട് α21 എന്ന കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇത് കിട്ടുക. അങ്ങനെ കൊടുക്കുക α21. അടുത്തതിന് α22 എന്ന് പേര് കൊടുക്കുക. ഇത് C2 തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ C2 എടുത്തത് ഇൻ്റഗ്രേറ്റ് ബി g2 psi y of psi d psi ആണ്. ഇവിടെ psi മാറി x ആവുന്നേ ഉള്ളൂ, പക്ഷേ ഒരേ ലിമിറ്റാണ്, അതുകൊണ്ട് ഒരേ വാല്യൂ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിന് C2 എന്ന് കൊടുക്കും. അങ്ങനെയാണ് ഈ സൈഡ് C2. അപ്പോൾ രണ്ട് ഇക്വേഷൻസാണ് നമുക്ക് കിട്ടിയത്. നേരത്തെ കിട്ടിയ രണ്ട് നമ്മളിപ്പോൾ ഒരുമിച്ച് എഴുതുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് അൺനോൺ ആയിട്ടുള്ളത് നമുക്ക് C1 C2 ആണ്. ബാക്കിയൊക്കെ നമുക്കറിയാം, കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഈ അറിയുന്ന α11 α12 α21 α22 ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. β1 β2 എല്ലാം. C1 C2 ആണ് നമുക്ക് അറിയാത്തത്. C1 C2 നമുക്ക് അറിയില്ല. ലാംഡ ഒരു പക്ഷേ ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ കിട്ടും, ക്വസ്റ്റ്യനിലുള്ളതാണ് അത്. അപ്പോൾ ഓൺലി അൺനോൺ ഇവിടെ C1 C2 ആണ്. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാര്യം രണ്ട് ഫംഗ്ഷൻ ഓഫ് എക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അത് നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റതുപോലെയല്ല, മറ്റത് C1 പോലെയല്ല. C1 എന്നൊക്കെ പറയുമ്പോൾ അതിൽ y ഓഫ് psi ഉണ്ട്. C1 കാണുന്ന ഇൻ്റഗ്രലിൽ y ഓഫ് psi ഉണ്ട്. അത് അറിയാത്ത സംഗതിയാണ്, അപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നേ ഉള്ളൂ സൊല്യൂഷൻ. ഓക്കെ, ബട്ട് ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇതിലെല്ലാം ഈ പറഞ്ഞ വാല്യൂസൊക്കെ നമുക്ക് അറിയാം. ലാംഡ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടാം. β1 β2 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും. β1 β2 ഇതാണ്, ഇത് β2 കണ്ടോ, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അൺനോൺ ആയിട്ടുള്ള C1 C2 ആണ് ഈ രണ്ട് ഇക്വേഷനിൽ. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് മാറ്റി എഴുതുകയാണ്. നമ്മൾ β1 β2 മാത്രം റൈറ്റ് സൈഡിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ C1ൻ്റെ കോവിഷൻസ് C1ൻ്റെ കൂടെ ഉള്ളത് C2ൻ്റെ കൂടെ ഉള്ളത് എന്ന രീതിയിൽ എടുക്കുന്നത്. ഇവിടെ അങ്ങനെ തന്നെ C1ൻ്റെ കൂടെ C2ൻ്റെ കൂടെ ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ നമുക്കിത് ഈ തരത്തിലൊരു മെട്രിക്സ് ആയിട്ട് മാറും. അപ്പോൾ ആ മെട്രിക്സിന് കോവിഷൻ്റ് വരുന്ന ഇവിടെ C1ൻ്റെ കോവിഷൻ്റായിട്ട് C2ൻ്റെ കോവിഷൻ്റായിട്ട് ഇവിടെ രണ്ടിലും ആ കോവിഷൻ്റ് മെട്രിക്സ് ആയിരിക്കുന്ന മൊത്തത്തിൽ അത് ഇങ്ങനെ എഴുതാമെന്ന് മാത്രം. കോവിഷൻ്റ് മെട്രിക്സ് ആയിരിക്കും ഇത് നമ്മൾ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും. അത് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും. ഓക്കെ, കാരണം 1 മൈനസ് ലാംഡ ഇൻ α11 ആണ് ഇതിൽ ഫസ്റ്റ് രണ്ട് മെട്രിക്സും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുക. അതിനെ C1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് ഇവിടെ ഉള്ളത്. അടുത്തത് 0 മൈനസ് ലാംഡ ഇൻ α2, അതായത് മൈനസ് ലാംഡ ഇൻറ്റു ആൽഫ, അതിവിടെ ഉണ്ട് α12, അതാണ് അടുത്ത് കിട്ടുക. അതിനെ C2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും കേട്ടോ, C2 കൊണ്ട് അങ്ങനെ. അപ്പോൾ അതിൻ്റെ ആൻസർ β1. അപ്പോൾ ഇതിന് മെട്രിക്സ് ഫോമിൽ ഇങ്ങനെ എഴുതാമെന്ന് മാത്രം. അപ്പോൾ ഈ പറഞ്ഞ മെട്രിക്സ് കോവിഷൻ്റ് ആണ്. എന്നിട്ട് C1 C2ൻ്റെ കോവിഷൻ്റായിട്ട് വരുന്ന ഈ മെട്രിക്സ് I മൈനസ് ലാംഡ, ഇത് I ഐഡൻറ്റി മെട്രിക്സ്, ലാംഡ ഇത് A എന്നെടുത്തു, ഇത് C എന്നെടുത്തു മെട്രിക്സ്, ഇത് β എന്നെടുത്തു. അപ്പോൾ ഈ പറഞ്ഞ കോവിഷൻ്റ് മെട്രിക്സിനെ അതിൻ്റെ ഡിറ്റർമിനൻറ്റിനെ നമ്മൾ ക്യാപിറ്റൽ ഡെൽറ്റ എന്ന് ഡിനോട്ട് ചെയ്യും. അതിന് കോവിഷൻ്റ് മെട്രിക്സ് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻ്റ് ആണ് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഈ പറഞ്ഞ ഇവിടെ വരില്ല, ഈ പറഞ്ഞ മെട്രിക്സ് അത് ഇത് തന്നെ ഒരു ഇതും കോവിഷൻസ് C1 C2 കോവിഷൻസ് ആയിട്ട് വരുന്ന ഈ ഡിറ്റർമിനൻറ്റ് കാണും. അവൻ ഡെൽറ്റ എന്ന് പേര് കൊടുക്കും. ഓക്കെ, അതിനാണ് നമ്മൾ ഡെൽറ്റ എന്ന് എടുക്കുന്നത്. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് 3 ടേം ഉണ്ടാകുമ്പോൾ ഒരു ആവർത്തനം കൂടി ഉണ്ടാവും. ഇക്വേഷൻ 2നെ G3 ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. മനസ്സിലല്ലേ? അപ്പോൾ G1 ഓഫ് psi ആണ് നമുക്കറിയാം. അപ്പോൾ G1 ഓഫ് എക്സ് എന്ന് വാക്കാറ് psi മാറ്റി എക്സ് ആക്കുന്ന, അതാണ് G1 ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ആ ഫംഗ്ഷൻ കിട്ടുക. G2 ഓഫ് psi നമുക്കറിയാം, ഈ സെപ്പറബിൾ ആയതുകൊണ്ട് K ഓഫ് psi സെപ്പറബിൾ ആകുമ്പോൾ ഓരോന്നും അറിയാം. പക്ഷേ G2 ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ G2 ഓഫ് psiയിൽ psi മാറ്റി എക്സ് ആക്കും. അങ്ങനെയുള്ള ഫംഗ്ഷനാണ് G2 ഓഫ് എക്സ്. അടുത്ത G3 ഓഫ് എക്സ് psi എന്നുള്ളത് G3 ഓഫ് എക്സ് ആക്കും, അതുകൊണ്ട് മൾട്ടിപ്ലൈ. ഇങ്ങനെ 3 ഇക്വേഷൻ ഇതുപോലെ കിട്ടും. ജനറലായിട്ട് n ഇക്വേഷൻസ്, ക്യാപിറ്റൽ N ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇതേപോലെ n ഇക്വേഷൻസ് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ 2 ഉള്ളതാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ അതാണ് ഇതിൻ്റെ മെത്തേഡ്, C1 C2 കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡെൽറ്റ എന്ന് പറയുന്ന ഡിറ്റർമിനൻ്റ് പറഞ്ഞു. അതിൽ നമുക്ക് ലാംഡ വരുന്നുണ്ട്, ലാംഡ അൺനോൺ ആയിട്ട് ലാംഡ വരും. അപ്പോൾ അത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ലാംഡ എന്ന് മാത്രമേ ഇതൊരു വാല്യൂ തരാത്തൊരവസരത്തിൽ ആ ലാംഡ കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ ആ ഡിറ്റർമിനൻ്റ് 0 ആവുന്ന ലാംഡയുടെ വാല്യൂസ്, ആ ഡിറ്റർമിനൻ്റ് 0 ആവുന്ന
ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഡിറ്റർമിനൻ്റ് ഇല്ലേ, അത് C1 C2ൻ്റെ കോവിഷൻ്റ് മെട്രിക്സ്. C1 C2ൻ്റെ കൂടെ ഫസ്റ്റ് ഇക്വേഷനിലും സെക്കൻഡ് ഇക്വേഷനിലും വരുന്ന കോവിഷൻസ് വെച്ചിട്ടൊരു മെട്രിക്സ്, അതാണ് ഡെൽറ്റ. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് അതാണ് ഡെൽറ്റ. അത് 0 ആവുന്ന രീതിയിൽ ലാംഡ കിട്ടും. അപ്പോൾ 0 = 0 കൊടുക്കുമ്പോൾ ലാംഡ ഉണ്ടാവും ഇപ്പുറത്ത്. ലാംഡ ഉള്ളൊരു ഇക്വേഷൻ = 0 എന്ന് വരും. അപ്പോൾ അതിൽ ലാംഡ കണ്ടുപിടിക്കാൻ പറ്റും. അതിനെയാണ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഓർ ഐഗൺ വാല്യൂസ് എന്ന് പറയാം. ഐഗൺ വാല്യൂസ്, ഈ ലാംഡയുടെ വാല്യൂസിന് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഓർ ഐഗൺ വാല്യൂസ് പറയും. ഇനി ആ ലാംഡ, ഒരു ലാംഡ കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുത്താൽ അതിനനുസരിച്ച് കിട്ടുന്ന സൊല്യൂഷനെയാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഐഗൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, കറസ്പോണ്ടിങ് ടു ദാറ്റ് ലാംഡ. ഓക്കെ, അപ്പോൾ അതാണ് പിന്നെ സൊല്യൂഷൻ കറസ്പോണ്ടിങ് ടു ഐഗൺ വാല്യൂസ് കോൾഡ് ഐഗൺ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ കാണുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഡെൽറ്റ = 0, ആ ഡിറ്റർമിനൻ്റ് 0 എന്ന് എടുത്താൽ ലാംഡ കിട്ടും. അപ്പോൾ ലാംഡയുടെ ഒരു വാല്യൂ ലാംഡ = λ1 എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ നമ്മൾ നേരത്തുള്ള ഇക്വേഷൻ 3യിൽ കൊടുത്താൽ നമുക്ക് അവിടെ പിന്നീട് അവിടെ അറിയാത്തതുണ്ടാവുക C1 C2 ആയിരിക്കും. നോക്കാം നമുക്ക്. ഇക്വേഷൻ 3 ഇതാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ലാംഡയുടെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ പിന്നെ അറിയാത്ത C1 C2 മാത്രമേ ഉണ്ടോ ഇതിൽ നിന്ന്, ശരിയല്ലേ? ബാക്കിയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് ആയിരിക്കും. α1 2 α2 2 എന്നൊക്കെ പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് ആയിരിക്കും, മനസ്സിലായി? അപ്പോൾ C1 C2 മാത്രമേ അറിയാത്തുള്ളൂ ലാംഡയ്ക്ക് വാല്യൂ കൊടുത്താൽ. ഈ β1 β2 ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് C1 C2 സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇവിടുന്ന് C1 C2 സോൾവ് ചെയ്ത് കണ്ടുപിടിക്കും. ഈ കിട്ടുന്ന C1 C2 ഞാൻ പറഞ്ഞല്ലോ ഇക്വേഷൻ 2 കൊടുത്താൽ മതി. കാരണം ഇക്വേഷൻ 2 ആണ് നമ്മുടെ സൊല്യൂഷൻ. ഇക്വേഷൻ 2 ആണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞത് ഇവിടെയാണ് ഇക്വേഷൻ 2. ഇതിൽ നമുക്ക് ഇക്വേഷൻ 2 പറഞ്ഞാൽ y(x) എന്ന് പറഞ്ഞ് എഴുതുന്നതാണ് ഇക്വേഷൻ 2. y(x) is a function of x മാത്രമായിരിക്കില്ല. ഇതിൽ C1 C2 ആണ് നമുക്ക് അറിയാത്തതുള്ളത്. അതിപ്പോൾ കണ്ടുപിടിച്ചു. ഞാൻ നേരത്തെ ഇപ്പം പറഞ്ഞല്ലോ ലാംഡയുടെ വില കൊടുത്താൽ പിന്നെ C1 C2 കിട്ടുന്നു. ലാംഡയെ നമുക്കറിയാം, ലാംഡയുടെ വില കൊടുക്കുമ്പോൾ ലാംഡയെ അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇതിലെല്ലാം അറിയാം. C1 C2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും ലാംഡയുടെ വില കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇക്വേഷൻ 3. അപ്പോൾ ഇങ്ങനെ സൊല്യൂഷൻ കിട്ടും. ഇതാണ് മെത്തേഡ്. അപ്പോൾ ലാംഡയുടെ ഒക്കെ ഒരു വില കൊടുത്താൽ അതിനനുസരിച്ച് ഒരു സൊല്യൂഷൻ കിട്ടും. ഇനി ലാംഡയ്ക്ക് വേറെ വില എടുത്താൽ അതിനനുസരിച്ച് C1 C2 മാറി വരും. അതിനനുസരിച്ച് വേറെ C1 C2 കിട്ടും, അതിനനുസരിച്ച് വേറെ y(x) കിട്ടും. അത് രണ്ടാമത്തെ ലാംഡയുടെ വിലയ്ക്ക് അനുസരിച്ച് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഓരോ ലാംഡയ്ക്ക് അനുസരിച്ചിട്ട് ഓരോ y(x) കിട്ടും. ആദ്യത്തെ ലാംഡയ്ക്ക് ലാംഡ λ1 വെച്ചോ, അത് നേരത്തെ പോലെ ഇക്വേഷൻ 3 കൊടുത്താൽ ഒരു C1 C2 കിട്ടും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒരു സൊല്യൂഷൻ കിട്ടും. അത് ആ λ1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ഐഗൺ ഫംഗ്ഷനാണ്. അതുപോലെ λ2 കൊടുത്തിട്ടു ഇതേപോലെ ഇക്വേഷൻ 3ൽ നിന്ന് നമുക്കൊരു C1 C2 കിട്ടും. അത് ഇവിടെ എടുത്ത് കൊടുത്താൽ കിട്ടുന്ന വേറൊരു y(x) ഉണ്ടാവും ഫോർ ദാറ്റ് λ2. അപ്പോൾ ആ കിട്ടുന്നതിനാണ് ഐഗൺ ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ടു ഐഗൺ വാല്യൂ λ2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐഗൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ്. അതുപോലെ ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാലും ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഓക്കെ, വാല്യൂ എന്ന് പറയുന്നത് ലാംഡയുടെ വാല്യൂ ആണ്, പക്ഷേ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് എന്താണ് സൊല്യൂഷനാണ്. ഓക്കെ, ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലാണ് നമ്മൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പഠിച്ചാൽ മതി തൽക്കാലം. അതാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറ്. ഓക്കെ, ഒരു പ്രോബ്ലത്തിലേക്ക് വരാം. ഐഗൺ വാല്യൂയും ഐഗൺ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഹോമോജീനിയസ് ഇക്വേഷനാണിത്. ഇവിടെ ക്യാപിറ്റൽ f(x) പറഞ്ഞ സംഭവം ഇല്ല. y(x) = λ ഇതാണ് കേണൽ. k(xi) × y(ψ) dψ എന്നാണ് ഫോം. ഫ്രെഡോം ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ടു a0 b1 ലാംഡ ഇവിടെ ഉണ്ട്. ക്യാപിറ്റൽ f(x) 0 ഇല്ല, ഇവിടെ ഇല്ല. α(x) 1 ആണ്, അതുകൊണ്ട് സെക്കൻഡ് കൈൻഡ് ഫ്രെഡോം ഇക്വേഷനാണ്. എനിവേ ക്യാപിറ്റൽ f(x) 0 ആയതുകൊണ്ട് ഹോമോജീനിയസ് ആണ്. ഇതാണ് കേണൽ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തായിരിക്കണം? സെപ്പറബിൾ ആയിരിക്കണം. അപ്പോൾ ഓക്കെ, ഇത് സെപ്പറബിൾ ആണല്ലോ. കാരണം ഇതിന് ഫസ്റ്റ് ടേമിൽ ഇത് f(1x) ഇത് g1(ψ). സെക്കൻഡ് ടേമിൽ f(2x) -4x² മൊത്തം എടുക്കുക, g2(ψ) 1 എടുത്താൽ മതി. കണ്ടോ, അതാണ് ഇവിടെ എഴുതിയത്.
അപ്പോൾ ആ തരത്തിൽ ഇത് സെപ്പറബിളാണ്, കേണൽ സെപ്പറബിളാണ്. ഓക്കെ, ഈ വൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ലാംഡ ഇൻറ്റു 2x, ഇതാണ് f1 ഓഫ് എക്സ്. ഇത് ഇൻ്റഗ്രലിൻ്റെ ബാധകമല്ല, കാരണം വിത്ത് റെസ്പെക്ട് സൈ ആണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ അതാണ് ഇൻ്റഗ്രൽ പുറത്തെടുത്ത് 2x, ലാംഡയും പുറത്തുള്ളതാണ്. ഇൻ്റഗ്രൽ 0 to 1, ബാക്കിയുള്ളത് സൈ ആണ്. ആ ടേമിൽ ഫസ്റ്റ് ടേമില്ലേ കേണലിൻ്റെ, അതിൽ സൈ ആണ്. അപ്പോൾ സൈ വൈ സൈ ഡി സൈ. രണ്ടാമത്തെ ഭാഗത്ത് ഈ -4x² ലാംഡയും ഈ ഇൻ്റഗ്രലിന് ബാധകമല്ല, വിത്ത് റെസ്പെക്ട് സൈ അല്ലേ, അതും പുറമെ എടുത്തു. അതിനുള്ളിൽ പിന്നെ 1 ആണുള്ളത്, അതായത് g2 ഓഫ് സൈ 1 ആണുള്ളത്. അത് 1 ഇൻറ്റു വൈ ഓഫ് സൈ ഡി സൈ. അതാണ് ഇങ്ങനെ രണ്ട് സ്പ്ലിറ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞു ഇതിന് C1 എന്ന് കൊടുക്കും, ഇതിന് C2. ഇത് നമുക്ക് അറിയില്ല, തൽക്കാലം C1 C2 കൊടുക്കും. എന്തായാലും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ ഇതിൻ്റെ വാല്യൂ, കാരണം ഇൻ്റഗ്രേറ്റ് ഇതിൽ പിന്നെ കോൺസ്റ്റൻസ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 1 0 കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അൾട്ടിമേറ്റ് വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് C1 എടുക്കുന്നു, ഇതൊരു C2 എടുക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെയായിട്ട് മാറും. അയ്യോ, ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. സൊല്യൂഷൻ അറിയണമെങ്കിൽ C1 C2 അറിയണം, ലാംഡ അറിയണം. അപ്പോൾ സൊല്യൂഷൻ കിട്ടി. ലാംഡ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെൽറ്റ, ക്യാപിറ്റൽ ഡെൽറ്റ ഈക്വൽ ടു 0, അഡിറ്റർമിനൻറ്റ് 0 എടുത്താൽ ലാംഡ കിട്ടും. എനിവേ അതവിടെ നിൽക്കട്ടെ, ഇതവിടെ നിൽക്കട്ടെ. C1 C2 എങ്ങനെ കണ്ടുപിടിക്കുക, അതിനുള്ള മെത്തേഡ് നേരത്തെ പറഞ്ഞു. ഇതിനെ സൊല്യൂഷനാണെന്ന് നമ്മൾ വിചാരിച്ചതിനാണ്, അതായത് ഇക്വേഷൻ 2 സൊല്യൂഷൻ ആവാൻ പോകുന്നത് C1 C2 ഉൾപ്പെടുന്ന റിലേഷൻ. അതിനെ g1 ഓഫ് എക്സ് കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. g1 ഓഫ് സൈ നമുക്കറിയാം. g1 ഓഫ് സൈ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേമിലെ ആ കേണലിൻ്റെ സെപ്പറബിളായിട്ടുള്ള കേണലിൻ്റെ ആദ്യത്തെ ടേമിൽ വരുന്നതാണ് g1 ഓഫ് സൈ. അത് നമുക്കറിയാം. g1 ഓഫ് സൈ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, സൈ ആണ്. അപ്പോൾ g1 ഓഫ് എക്സ് എന്താ, എക്സ് ആണ്. കണ്ടോ, സൈ മാറി എക്സ് ആവും. അതുകൊണ്ട് ഇക്വേഷനെ മൾട്ടിപ്ലൈ, അപ്പുറം ഇപ്പുറം മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും ഓവർ ഏതാ ഇവിടെ തന്നില്ല, ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിനെ എക്സ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. g1 ഓഫ് എക്സ് എക്സ് ആണ്. ഇവിടെ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഇൻ്റഗ്രൽ 0 1 എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് ഡി എക്സ് കിട്ടും. റൈറ്റ് സൈഡ് 2 ലാംഡ C1 അവിടെ നിൽക്കുക, 2 ലാംഡ C1 അവിടെ നിൽക്കട്ടെ. എക്സ് വിത്ത് എക്സ് കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, g1 ഓഫ് എക്സ് കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് ബാധകമാണ്. എക്സ് ഇൻറ്റു എക്സ്, g1 ഓഫ് എക്സ് എക്സ് ആണ്. എന്നിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക 0 to 1. ബാക്കിയൊന്നും ഇൻ്റഗ്രൽ വേണ്ട, കാരണം ഇതിലൊന്നും എന്തില്ല, കോൺസ്റ്റൻസ് ആണ്, അതൊക്കെ പുറമെ വരും. അപ്പോൾ അടുത്ത ടൈമിൽ അങ്ങനെ തന്നെ -4 ലാംഡ C2 പുറത്തെടുത്തിട്ട് ഈ x² g1 ഓഫ് എക്സ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതാണ് ഇതിടെ 0 to 1 x² x dx. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇത് C1 തന്നെയായിരിക്കും, കാരണം ഇത് C1 ആണല്ലോ. അപ്പോൾ ഇവിടെ സൈ മാറി എക്സ് ആവുന്നതാണിത്. അപ്പോൾ ഇത് C1 തന്നെ, അത് C1 എഴുതി. ഇവിടെ 2 ലാംഡ C1 ഇൻറ്റു ഇത് x² ഇൻ്റഗ്രൽ x³ ആയിരിക്കും. 1 0 കൊടുക്കുമ്പോൾ 1/3 ആയിരിക്കും. അങ്ങനെയാണ് 2/3 ലാംഡ C1 ഇവിടെ വരും. അടുത്തതിൽ -4 ലാംഡ C2, ഇത് x³ അല്ലേ ഇൻ്റഗ്രൽ, x 4/4 1 0 കൊടുക്കുമ്പോൾ 1/4 ആയിരിക്കും എൻ്റെ വാല്യൂ. അപ്പോൾ 4 ക്യാൻസൽ ചെയ്യും, ലാംഡ C2 കിട്ടും. ഇതാണ് റിലേഷൻ. ഇനി ഞാൻ പറഞ്ഞത് എല്ലാം ഒരു സൈഡിലേക്ക് എടുക്കണം. അപ്പോൾ C1ൻ്റെ കൂടെ C1 എന്താ വരിക, C1 C1 ഇവിടെ ഉണ്ട്, 2/3 ലാംഡ C1. അപ്പോൾ ഒരു സൈഡിലേക്ക് എടുക്കാം, C1 ഇൻറ്റു 1 - 2/3 ലാംഡ. ഇത് ഇപ്പുറത്തേക്ക് ഒരു പ്ലസ് ആവും, പ്ലസ് ലാംഡ C2 = 0 എന്നായി. ഇതൊരു ഇക്വേഷനാണ്. ഇതെങ്ങനെ കിട്ടി, ആ ഇക്വേഷൻ 2നെ g1 ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത പരിപാടി എന്താ, അതേ ഇക്വേഷനെ 2നെ g2 ഓഫ് എക്സ് കൊണ്ട്, അതായത് 1 കൊണ്ട് മൾട്ടിപ്ലൈ. g2 ഓഫ് സൈ 1 ആണ്, അപ്പോൾ g2 ഓഫ് എക്സ് 1 ആണ്. ഇതേപോലെ തന്നെ ഇൻ്റഗ്രേറ്റിംഗ് ഓവർ ദിസ് 0 1. അപ്പോൾ രണ്ട് സൈഡ് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് C2 തന്നെയായിരിക്കും. ഇത് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ഇതാണ് C2, ഇൻ്റഗ്രൽ 0 to 1 വൈ ഓഫ് സൈ ഡി സൈ ആണ് C2. അവിടെ സൈ മാറി എക്സ് ആകുന്നേ ഉള്ളൂ, വൈ ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ അത് ഒരേ വിലയായിരിക്കും. അപ്പോൾ അതിന് C2 കൊടുക്കുക. അതാണ് ഇവിടെ കൊടുക്കുന്നത്. ഇൻ്റഗ്രൽ 0 to 1 വൈ ഓഫ് എക്സ് ഡി എക്സിനാണ് C2 കൊടുക്കുന്നത്. ഇവിടെ 2 ലാംഡ C1, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x²/2 1 കൊടുക്കും, 1/2 2 2 ക്യാൻസൽ ലാംഡ C1 -4 ലാംഡ C2. ഇവിടെ ഇൻ്റഗ്രൽ x² x³ ആവും, 1 0 കൊടുക്കും, 1/3 ആൻസർ കിട്ടും. അപ്പോൾ 4/3 ലാംഡ C2 ആവും. ഈ നേരത്തെ പോലെ തന്നെ ഈ C1 ആദ്യം എഴുതണം സൈഡ്. അപ്പോൾ -ലാംഡ C1 വരും ഇപ്പുറത്തേക്ക് വരുമ്പോൾ. പിന്നെ C2 ഇവിടെ ഉണ്ട്, 1 C2. ഇവിടെ ഒരു -4/3 ലാംഡ C2 ഇപ്പുറത്തേക്ക് +4/3 ലാംഡ C2 കോമൺ ആയിട്ട് എടുത്താൽ 1 + 4/3 ലാംഡ കിട്ടും. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഒന്ന് ഇതാണ് കിട്ടിയത്, ഒന്ന് ഇതും കിട്ടി. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് എഴുതും, അടുത്തടുത്ത് എഴുതും. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എന്താണ് C1 C2ൻ്റെ കോഎഫിഷ്യൻ്റ് മാട്രിക്സ്.
ഇതിൻ്റെ കോഫിഷ്യൻസ് ഒന്ന് കേട്ടോ. ഇവിടെയുള്ളത് ലാംഡ, രണ്ടാമത്തേൽ C1 കൂടെ -λ. ഇത് ഇങ്ങനെ എഴുതിയാൽ മതി. C1 C2